പൈൽസ് രോഗികളിൽ കാണപ്പെടുന്ന ബ്ലീഡിങ്ങും മലാശയ ക്യാൻസറുള്ള ആളുകളിൽ കാണപ്പെടുന്ന ബ്ലീഡിങ്ങും തമ്മിൽ എങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും? പല ആളുകളും മലാശയ ക്യാൻസർ അഥവാ CA റെക്ടം പൈൽസിൻ്റെ ബ്ലീഡിംഗ് ആണ് എന്ന് തെറ്റിദ്ധരിച്ച് ചികിത്സ വൈകിക്കാറുണ്ട്. ഈ രണ്ട് രോഗങ്ങളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ നമ്മളെ സഹായിക്കും. ഫസ്റ്റ്, രക്തത്തിൻ്റെ കളർ. പൈൽസ് ബ്ലീഡിങ്ങിൽ നല്ല ഫ്രഷ് ബ്രൈറ്റ് റെഡ് ബ്ലഡ് ആയിരിക്കും. എന്നാൽ CA റെക്ടം ഡാർക്ക് കളർ ബ്ലഡോ ബ്ലഡും മ്യൂക്കസും അഥവാ ബ്ലഡും കഫവും മിക്സ് ചെയ്ത രീതിയിലായിരിക്കാം CA റെക്ടൽ ബ്ലീഡിങ്. പൈൽസിൻ്റെ ബ്ലീഡിങ് മലം പാസ് ചെയ്ത ശേഷമാണ് കാണാറുള്ളത്. ക്ലോസറ്റിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിൽ കാണാൻ കഴിയും. എന്നാൽ മലാശയ ക്യാൻസറിൽ ബ്ലഡും മലവും ഒന്നിച്ചാണ് പൊതുവെ പാസ് ചെയ്യുക. മൂന്നാമത്തെ വ്യത്യാസം, പൈൽസ് ഉള്ള ആളുകളിൽ നല്ല ഷാർപ്പ് പെയിൻ, നല്ല കുത്തുന്ന പോലുള്ള വേദനയും ചൊറിച്ചിലും അനുഭവപ്പെടാറുണ്ട്. എന്നാൽ CA റെക്ടത്തിൽ പൊതുവെ പെയിൻലെസ് ബ്ലീഡിംഗ് ആയിരിക്കും, അഥവാ വേദന ഉണ്ടായിരിക്കില്ല. അതിൻ്റെ കൂടെ തന്നെ ടെനസ്മസ് അഥവാ ഇടയ്ക്ക് ഒരു തൃപ്തിയാവാത്ത രീതിയിൽ ബാത്റൂമിൽ വീണ്ടും പോകാനുള്ള ഒരു സെൻസേഷൻ ഫീൽ ചെയ്യും. പൈൽസ് ഉള്ള ആളുകളിൽ ബ്ലീഡിംഗ് കാരണം ശരീരഭാരം കുറയാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ മലാശയ ക്യാൻസർ ഉള്ള ആളുകളിൽ ഭാരക്കുറവ് സാധാരണയായി കാണപ്പെടാറുണ്ട്. വെയിറ്റ് പെട്ടെന്ന് കുറഞ്ഞു പോകുന്നത് കാണാം. പൈൽസ് ഉള്ള ആളുകളിൽ ബവൽ ഹാബിറ്റിൽ ചേഞ്ച് കാണാറില്ല പൊതുവെ. അതായത് മലം ഉറച്ചു പോവുകയോ മലം ലൂസായിട്ട് പോകുന്നതോ ആയ രീതിയിൽ മാറി മാറി കാണാറില്ല. എന്നാൽ CA റെക്ടമുള്ള ആളുകളിൽ ബവൽ ഹാബിറ്റിൽ ചേഞ്ച് കാണപ്പെടാറുണ്ട്. ചില സമയങ്ങളിൽ മലബന്ധവും ചില സമയങ്ങളിൽ ലൂസ് മോഷനും കാണാറുണ്ട്. മലബന്ധവും വയറിളക്കവും മാറി മാറി കാണുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ 40 വയസ്സ് കഴിഞ്ഞ ആളുകളിൽ ബാത്റൂമിൽ പോകുമ്പോൾ ബ്ലീഡിങ് കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അത് CA റെക്ടം അല്ല എന്ന് ഉറപ്പുവരുത്തണം. ഒരു ജനറൽ സർജനെ കൺസൾട്ട് ചെയ്യുകയും CA റെക്ടമാണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിർബന്ധമാണ്. പറ്റുമെങ്കിൽ കൊളോണോസ്കോപ്പി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ടോയ്ലറ്റിൽ പോകുമ്പോൾ കാണുന്ന ബ്ലീഡിങ് പൈൽസ് മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാതിരിക്കുകയോ ചികിത്സ വൈകിപ്പിക്കുകയോ ചെയ്യരുത്. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക.